ചട്ടപ്രകാരം ലഭിക്കേണ്ട പ്രൊമോഷൻ തടഞ്ഞുവെച്ച് യോഗ്യതയില്ലാത്ത അധ്യാപകന് ഹയർ സെക്കൻഡറി അധ്യാപക തസ്തിക നൽകിയതായി പരാതി. മലപ്പുറം ജില്ലയിലെ കാക്കോവിലെ PMS APT ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനോടാണ് മാനേജ്മെന്റ് നീതിനിഷേധം കാണിച്ചിരിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. 1.5 പതിറ്റാണ്ടായി അഗസ്റ്റിൻ MJ എന്ന അധ്യാപകൻ നീതിക്കായി കോടതി കയറിയിറങ്ങുകയാണ്. 1989 മലപ്പുറം ജില്ലയിലെ കക്കോവ് PMS APT ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി ജോലിയിൽ ചേർന്നയാളാണ് അഗസ്റ്റിൻ MJ. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇദ്ദേഹത്തിന് മലയാളത്തിൽ ബിരുദവും B.Ed.ഉമുണ്ട്. പിന്നീട് ജോലിക്കിടയിൽ മലയാളത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദവും പാസ്സായിട്ടുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷം 2000 ഹൈസ്കൂളിൽ +2 അനുവദിച്ചപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനായി ഇദ്ദേഹം യോഗ്യതാ പരീക്ഷയായ സെറ്റും സർവീസ് ടെസ്റ്റും പാസ്സായി. ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവർ ഹൈസ്കൂളിൽ തന്നെ ഉണ്ടെങ്കിൽ 25% അധ്യാപകരെ അവിടെ നിന്നും തന്നെ പരിഗണിക്കണമെന്ന് ചട്ടമുണ്ട്. എന്നാൽ ചട്ടം ലംഘിച്ച് തനിക്ക് ലഭിക്കേണ്ട തസ്തിക മാനേജ്മെന്റ് യോഗ്യതയില്ലാത്ത അധ്യാപകന് നൽകുകയായിരുന്നുവെന്ന് അഗസ്റ്റിൻ MJ പറയുന്നു. പുറമേ നിന്ന് ഞങ്ങളെക്കാൾ അയോഗ്യനായ ഒരു അധ്യാപകനെ നിയമിച്ചു. അപ്പോൾ എനിക്കിതുവരെ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് കൊടുത്തു. 15 കൊല്ലമായിട്ട് ഇതുവരെ ഒരു തീരുമാനം അവിടെ ആയിട്ടില്ല. 1.5 പതിറ്റാണ്ടായി മാനേജ്മെന്റിന്റെ ഈ നടപടിക്കെതിരെ അഗസ്റ്റിൻ എന്ന അധ്യാപകൻ നിയമയുദ്ധത്തിലാണ്. കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ ഈ അധ്യാപകന്റെ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഉത്തരവിട്ടിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് പ്രൊമോഷൻ അർഹതയുണ്ടെന്നും എന്നാൽ പുതുതായി ഉണ്ടാവുന്ന തസ്തികയിൽ എടുക്കണമെന്നും ഹയർ സെക്കൻഡറി ഡയറക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ അഗസ്റ്റിൻ പ്രൊട്ടക്റ്റഡ് അധ്യാപകനാണെന്ന ന്യായം കാണിച്ച് മാനേജ്മെന്റ് അപ്പീലിന് പോവുകയായിരുന്നു. ഇത്തരത്തിലുള്ള 2 കേസുകൾക്ക് പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി വന്നിട്ടുണ്ട്. 2007 വത്സല കുമാരി ദേവിക്ക് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് P. സദാശിവവും 2004 ആശാ സിന്ധു കേസിൽ കേരള ഹൈക്കോടതിയും അനുകൂല ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അഗസ്റ്റിൻ മാഷിന് കോടതിയിൽ നിന്നും നീതി ലഭിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. 2016 ജൂണിൽ സർവീസിൽ നിന്നും പിരിയുന്നതിന് മുമ്പെങ്കിലും നീതിപീഠത്തിൽ നിന്നും വകുപ്പിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. AM യാസർ, റിപ്പോർട്ടർ, മലപ്പുറം.